1 2 3 1 2 3 3 1 2 3 3 അടുത്ത നടുവ് നീ എന്നെ ഈ കാണിക്കുന്നേ കൊതുകിനെ അടിച്ചോണ്ട് നിക്കണാണോ പറഞ്ഞേ? ഈ വയ്യാത്ത എന്നെ ഇങ്ങോട്ട് കുറിച്ചാ കേറ്റാതെ. ഇപ്പൊ ഞാൻ കാണിച്ച എക്സസൈസ് 10 പ്രാവശ്യം ചെയ്യണം. പറഞ്ഞ മനസ്സിലായി? ചെയ്യ്. 10 പ്രാവശ്യം 10 പ്രാവശ്യം. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 കഴിഞ്ഞു. തീർന്നു, മതി. എടി എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ. എനിക്ക് പഴയ 16 അല്ല 63 വയസ്സായി. നോബിച്ചേട്ടനെ പോലെ. അതാ പറഞ്ഞേ, ചുമ്മാ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന എന്നെ ഇട്ടോണ്ട്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രാഹുലിനെ കണ്ടിട്ടുണ്ടോ? അവന്റെ ശരീരം കണ്ടിട്ടുണ്ടോ അമ്മാവൻ? അവന്റെ ശരീരം നല്ല ശരീരം, നല്ല ഉണങ്ങി മെലിഞ്ഞ് നല്ല സ്ലിം ആയിട്ടായിരിക്കുന്നേ. അവൻ മാത്രമല്ല, അവന്റെ അപ്പനും അതെ അമ്മ അതെ, നല്ല ഉണങ്ങി മെലിഞ്ഞ് നല്ല രസമാണ് കാണാൻ. അത് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയതാ. അയ്യോ, പാരമ്പര്യം കൊണ്ട് മാത്രമൊന്നുമല്ല, അവനെ കൃത്യമായിട്ടുള്ള ഫുഡും പിന്നെ എക്സർസൈസും ഒക്കെ നോക്കുന്നത് കൊണ്ടാണ് രാഹുലിന്റെ ശരീരം അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ ഇരിക്കാൻ. ഞാൻ അവനുമായിട്ട് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു അവൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ അവന്റെ ഡയറ്റും പിന്നെ അവൻ പറഞ്ഞു തരുന്ന എക്സർസൈസും ആണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്തു, നമ്മളെന്നുള്ള ആ പേരെങ്കിൽ വെട്ടിക്കോ, എന്നെ ഒഴിവാക്ക്. നീയും നിന്റെ കെട്ടിയവനും ആ എക്സർസൈസ് അങ്ങ് തുടങ്ങി. എന്റെ കെട്ടിയവനെ കൊണ്ട് എന്തായാലും ഞാൻ ചെയ്യിപ്പിക്കും. അങ്ങേരെ കൊണ്ട് എക്സർസൈസ് ചെയ്യിപ്പിക്കുന്നതാണ് എന്റെ മെയിൻ അജണ്ട തന്നെ. നടക്കുവോ? നടത്തിക്ക മാത്രല്ല, ഞാൻ വേണമെങ്കിൽ 10 റൗണ്ട് ഇവിടെ ഇട്ട് അങ്ങേരെ ഓടിക്കുകയും ചെയ്യും. എന്നാ ഓടിക്കോ. ഓടിക്കും. അത് തന്നെ പറഞ്ഞ ഓടിക്കും. അതല്ല പറഞ്ഞേ, നിന്റെ കെട്ടിയവൻ താണ്ട വരുന്നു, നീ ഓടിക്കോളാൻ. ഞാനിങ്ങനെ ഓടണം. അങ്ങനെ വരട്ടെ, എനിക്ക് അറിയണമല്ലോ ഇനി സംസാരിക്കണം. അതാ പറഞ്ഞ ഞാനും വരാം. ഒരു ദോശയോ? ഒരു ദോശയേ ഉള്ളൂ. എന്താ ഒരു ദോശ? ഇന്ന് മുതൽ ഡയറ്റാ. നീ ഡയറ്റ് എടുത്തോ, എനിക്ക് പ്ലേറ്റ് എന്ത്? അതല്ല പറഞ്ഞ, ഇന്ന് മുതൽ ഞാൻ മാത്രമല്ല ഡയറ്റ്. ഇന്ന് മുതൽ നിങ്ങളും ഡയറ്റാ, അമ്മാവനും ഡയറ്റാ. നിങ്ങൾക്കും ഒരു ദോശയുള്ളൂ, അമ്മാവനും ഒരു ദോശയുള്ളൂ. ഒരു ദോശ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞുകൂടാ. ഞാനാരാ, ചിന്നൻ ചുണ്ടലിയാണോ? ചിന്നൻ ചുണ്ടലി ആയാലും പെരിച്ചാഴി ആയാലും ഇന്ന് മുതൽ നമ്മൾ മൂന്നുപേരും ഇവിടെ ഡയറ്റ് നോക്കും. നിങ്ങൾക്ക് ഒരു ദോശ, അങ്ങേർക്ക് ഒരു ദോശ, എനിക്ക് ഒരു ദോശ. എന്തിനാണ് ഈ ഡയറ്റ്? ഇതെന്ത് കാര്യത്തിനാണ്? അതെ, നിങ്ങളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രാഹുലിന്റെ ബോഡി കണ്ടോ? മരിച്ചുപോയോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല അമ്മാവ. ഇന്നലെ പയറ് പോലെ തുള്ളിച്ചടഞ്ഞാണ്. അതല്ല, അല്ല, അവരുടെ വീട്ടിന്റെ അവിടെ നിലവിളിയും ബഹളം ഒന്നുമില്ലല്ലോ. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയായിരിക്കുമല്ലോ. എന്താ സംഭവം? എന്താന്ന് പറ, സംഭവം എന്താണ്? നിങ്ങൾ പറഞ്ഞൊരു മനുഷ്യനെ കൊല്ലൂ. ഞാനാണോ കൊന്ന്? ഞാൻ എന്തുവാ പറഞ്ഞ ചേട്ടാ? എന്തോ നീ രാഹുലിന്റെ ശരീരം കണ്ടിട്ടുണ്ടോന്ന്? അത് ശരി. അടുത്ത വീട്ടിലെ പയ്യന്മാരുടെ ശരീര സൗന്ദര്യം ആസ്വദിക്കലാണ് നിന്റെ പരിപാടി അല്ലേ? എന്താണ് അവരുടെ ശരീരം നോക്കുന്നത്? ഞാനെന്തിനാ അവരുടെ ശരീരം നോക്കുന്നത്? ഞാൻ പറയണ ആദ്യം മനസ്സിലാക്കാതല്ല പറഞ്ഞത്. രാഹുൽ ശരീരം നോക്കുന്നത് കണ്ടിട്ടുണ്ടോന്ന്? അവൻ ശരീരം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല പെണ്ണുങ്ങളും അതിന് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അവനെ വായി നോക്കിന്നാണ് ആ പെണ്ണുങ്ങൾ വിളിക്കുന്നത്. എന്ത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കും? കണ്ട പെണ്ണുങ്ങളെ വായി നോക്കുന്ന അവന്റെ കാര്യമല്ലേ നീ പറഞ്ഞത്? അതല്ല, പിന്നെ രാഹുല് കൃത്യമായ ഭക്ഷണമൊക്കെ നോക്കി എക്സർസൈസ് ഒക്കെ ചെയ്ത് അവന്റെ ശരീരം അവൻ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചത്. എന്തിനാണ് ഇതൊക്കെ ഞാൻ തിരക്കുന്നത്? എന്തിനാ ഇത് കുറയ്ക്കണ്ടേ? എന്തിന് കുറയ്ക്കണ്ടേ? എന്തിന് ഇത് ഇവിടെ ഇരിക്കുന്നതിന് നിനക്ക് എന്താണ് കുഴപ്പം? നിനക്ക് ചൊറിയുന്നോ? ഇത് കുറയ്ക്കണം. വയറെന്തിയോ കുത്തിപ്പൊട്ടിച്ച് കളയാൻ പറ്റുമോ? ഞാൻ ഇതൊക്കെ മാറണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. രാഹുല് പറഞ്ഞ ഡയറ്റ് എന്തും മീനാ? ചൂര, അയല, മത്തി, കൊഞ്ച്. എടി കൊഞ്ചുണ്ട്, കൊഞ്ചുണ്ട്. ഇന്ന് മുതൽ ഈ വീട്ടിനകത്ത് പരിപാടിയില്ല. എന്ത് മീൻ കറ്റാത്തത്? ഇന്ന് മുതൽ വെജ്ജാ. അയ്യോ, വെജ്ജോ? വെജ്ജാ. ഇത് ആരാടി നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? രാഹുല് പറഞ്ഞു വെജ് കഴിച്ചാൽ നമ്മള് സ്ലിം ആവുമെന്ന്. അങ്ങനെയാണ് ഈ നമ്മുടെ ഈ ലോകത്തുള്ള ആനയെല്ലാം അങ്ങ് സ്ലിം ആകണമാണല്ലോ. ആന വെച്ചല്ലേ, പശു വെച്ചല്ലേ, കുതിര വെച്ചല്ലേ, അവരൊക്കെ മെലിഞ്ഞായിരിക്കുന്നേ. അല്ല, അത് പിന്നെ എന്തായാലും രാഹുൽ പറഞ്ഞതുപോലെ ചെയ്തേ പറ്റൂ. ഒരു രാഹുല് ഇത് കൊറേ കേൾക്കുന്ന ഞാൻ. കുമാറേ, ഒരു കാര്യം ചെയ്യും. ഇവള് ഈ രാഹുലിന്റെ കാര്യം തെരുതരെ പറയുന്നോണ്ട് നീ ഇവളെ രാഹുലിന്റെ വീട്ടിൽ കൊണ്ടാക്കും. ഇനിയിപ്പോ അതാ മാവ് നല്ലത്. അതാ പറഞ്ഞു, നമുക്ക് വല്ല കപ്പയും കഴിക്കാം. ഞങ്ങൾക്ക് ഒരു കുഴപ്പം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, രാഹുൽ പറയുന്ന ഡയറ്റ് ആയിരിക്കും ഇന്ന് മുതൽ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്.
ദേ, രാഹുൽ വരും. ഞാനൊരു കാര്യം പറയാം. നാണക്കേട് കേറി വരുമ്പോ മണ്ടത്തരം പറഞ്ഞ രാഹുൽ എനിക്കാ. എന്താ പറഞ്ഞു? അല്ല, രാഹുൽ കേറി വരുമ്പോ മണ്ടത്തരം പറഞ്ഞ നാണക്കേട് എനിക്കാ. അങ്ങനെ പറ. അല്ലെങ്കിൽ ഈ തെലുങ്ക് സിനിമയുടെ ഡബിക്കാന്ന് വിചാരിക്കുവാണ്. ഒരു ദിവസം ഇങ്ങനെ അമ്മാവ. രാഹുൽ വന്നു, നീ ഒരു ഗ്ലാസ് സ്ക്വാഷ് എടുത്ത് അങ്ങ് കൊടുക്കും. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു ഗസ്റ്റ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്ക്വാഷ് എടുത്ത് കുറെ പഞ്ചസാര കലക്കി കൊടുക്കണം. ഷുഗർ പിടിച്ചു മരിക്കും. എനിക്കൊരു ഓർമ്മയില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. ചെയ്യുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നു. രാഹുൽ, നീ കുടുംബം കുളമാക്കിട്ട് നീ അടങ്ങൂല്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരണമെന്ന് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. എന്ത് ടിപ്സ് ആണാവോ? ആരോഗ്യത്തിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകൾ. ചേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് ഈ ചിങ്ങം വരുമ്പോൾ 48. അപ്പൊ ചിങ്ങം വന്നില്ലെങ്കിലോ? 48. എന്നാലും ചേട്ടനെ കണ്ടാൽ ഒരു 60-65 വയസ്സ് തോന്നിക്കില്ലേ? 65 വയസ്സ് തോന്നിക്കത്തില്ലേ? ആര് പറഞ്ഞു? 65 വയസ്സ് ചേട്ടന് തോന്നും. ചേട്ടൻ ഇങ്ങനെ വാരി വലിച്ച് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടന് അല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. BP വരും, കൊളസ്ട്രോൾ വരും. അവസാനം BPയും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടെ ചേർന്ന് ചേട്ടനെ ആക്രമിച്ച് ഹാർട്ട് അറ്റാക്ക് എന്നും പറഞ്ഞൊരു മാരക രോഗത്തിന് അടിമയാവും ചേട്ടൻ. ഒരു ദിവസം ചേട്ടൻ ഈ കസേരയിൽ ഇരിക്കുമ്പോ നെഞ്ചത്തൊരു വേദന വരും. നെഞ്ചത്തൊരു വേദന വന്നിട്ട് ഒരാളോട് ഒന്നും പറയാൻ പറ്റാതെ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീഴും. അപ്പൊ ഈ ചേച്ചിക്കാരുണ്ട്? ഞാനുണ്ട്. അങ്ങനെ ചേച്ചിക്ക് ഉള്ളത്? നീ മരിച്ചില്ലേ? നീ മരിച്ചു. ചേച്ചി ഇപ്പൊ വിധവയാ. അവൻ പറഞ്ഞില്ലേ മരിച്ചു നീ. അത് മാത്രമല്ല, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം അസമയത്ത് വന്ന് ചേച്ചിയെ നോക്കി ചിരിക്കും, കൈകൊണ്ട് കോശികൾ കാണിക്കും, നമ്പർ ചോദിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ആര് ചോദിക്കും ചേട്ടാ? ഞാൻ ചോദിക്കൂടാ. ചേട്ടൻ മരിച്ച വിഷമമെല്ലാം മാറുമ്പോ ഒരു വരുമാനത്തിന് വേണ്ടി ചേച്ചി ജംഗ്ഷനിൽ ഒരു കടയിൽ സെയിൽസ് ഗേൾ ആയിട്ട് പോകും. അപ്പൊ അവിടെ വരുന്ന ഏതെങ്കിലും ഒരു നല്ല ചെറുപ്പക്കാരൻ ചേച്ചിയുടെ അവസ്ഥ കണ്ട് ചേച്ചിയെ സ്നേഹിക്കും. ചേച്ചിയും അയാളെ സ്നേഹിച്ച് അവർ ഒളിച്ചോടും ചേട്ടാ. ചേട്ടൻ ആരുണ്ട് ചേട്ടാ? ഞാനുണ്ടാ. ചേച്ചി വിധവയാകും. ചേച്ചി ചേച്ചി മരിക്കും. ചേച്ചി എത്ര പ്രാവശ്യം നീ പറഞ്ഞടി രാഹുലിനെ കണ്ടുപിടിക്കാൻ? എന്നോട് ക്ഷമിക്കേ. നിർത്തടി. നിങ്ങൾക്കൊക്കെ ഇത്ര പ്രാന്താണോ? പ്രാന്താണോ മാമന്? അല്ല, ഞാനിവിടെ തൂണ് പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവൻ എന്തോ കോക്കാമ്പിച്ച പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് കാട്ടായി കിടന്ന് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, എന്റെ ചേട്ടൻ മരിച്ചുപോയി എങ്ങനെ ഇരിക്കുമെന്ന്. നീക്കാൻ വെച്ചാലും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതെ, രാഹുൽ പറയുന്ന പോലെ ഡയറ്റ് ചെയ്ത ചേട്ടാ 6 മാസത്തെ കോഴ്സ്. ഞാൻ ഇന്ന് ബാംഗ്ലൂർ പോകും. എന്റെ കൂടെ ഒരു 6 മാസത്തെ കോഴ്സ്. ചേട്ടനെ ഞാൻ 0 സൈസ് ആക്കി തരും ചേട്ടാ. 0 സൈസ്. അവൻ പറഞ്ഞു കേട്ടോ എന്നെ 0 സൈസ് ആക്കുന്നു. പൂജ്യത്തിന് പോലും വിലയില്ലാത്ത അവസ്ഥ. അയ്യോ, അങ്ങനല്ല, നമുക്ക് ഇത് കുറയ്ക്കണ്ടേ? കുറയ്ക്കണ്ടേ? അത് കുറയ്ക്കണം. അതുകൊണ്ട് 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. വാ ചേട്ടാ, 6 മാസം പോയിട്ട് വാ. 6 മാസം ബാംഗ്ലൂർ പോയിട്ട് വണ്ണം കുറച്ച് മിടുക്കിനായിട്ട് വാ. 2 മരിച്ചടക്ക് നമുക്ക് വേണ്ട, ഒറ്റ മരിച്ചടക്ക് മതി. അയ്യോ ദൈവമേ, 6 മാസം കൊണ്ട് ഇങ്ങനെ ആ തടി ഒന്ന് കുറച്ച് കണ്ടാ മതിയായിരുന്നു എനിക്ക്. 6 months later. എടി കുഞ്ഞേ, നീ പറഞ്ഞ പോലെ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ല സുഖമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അതാണ് ഞാൻ പറയണത്, നമുക്ക് എപ്പോഴും ശരീരത്തിന് ഡയറ്റും എക്സർസൈസും നല്ലതാണ് അമ്മാവാ. ഇപ്പൊ അമ്മാവ് അടിപൊളിയായില്ലേ? നല്ല സുഖം. അതാണ്ട് ഇന്നാണ് നമ്മുടെ ചേട്ടൻ വരണത്. ഇന്ന് നമ്മൾ ഞെട്ടും. 6 മാസം ആയി എത്ര? പിന്നെ ഇല്ലേ, അമ്മാവ ഞെട്ടാ തയ്യാറായിട്ട് നിന്നോ. എന്നാ ഒന്ന് കാണട്ടെ അവന്റെ വരവ്.
യ്യോ, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു, ഏട്ടൻ വന്നു. അയ്യോ ഇങ്ങ് വന്ന്. എന്റെ ദൈവമേ, ഒരു മാറ്റവും ഇല്ല. 2 മാസം ഗർഭിണിയെ പോലെ പിന്നെ ഏട്ടാ ആ എന്റെ ഫ്രണ്ടിൽ വരുമോ? ഫ്രണ്ടിലാണ് നിക്കുന്നത്. ആണോ? ഞാൻ തുറക്കട്ടെ? എന്താന്ന്? കണ്ണു തുറന്ന് നോക്കട്ടെ? ആ നോക്ക് നോക്ക് നോക്ക്. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല മാറ്റമല്ലേ? നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ രാഹുലിനെ പോലെ ആയില്ലേ? ഇല്ല. ഇല്ലേ? എന്ത്? ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും രാഹുലിനെ പോലെ എനിക്ക് എത്താൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ എവിടെ? അവനിവിടെ ഉണ്ട്. രാഹുലേ, നീ കയറി വാടാ. ഇപ്പൊ അതിനുണ്ട്. എന്തോ ചേട്ടാ ഇത്? രാഹുലിനെ പോലെ അവൻ നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളെ പോലെ അവൻ രാഹുലിനോടാണോ ഞാൻ പറഞ്ഞത്? എടി, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പഠിച്ച പണി 18 ചെയ്തിട്ടും എനിക്ക് രാഹുലിനെ പോലെ ആകാൻ പറ്റിയില്ല. പിന്നെ എന്തോ ഇത്? നല്ല വില കൂടിയ മദ്യവും ഇതിന്റെ പോർക്ക്, താറാവ്, മട്ടൻ എല്ലാം കൂടെ അടിച്ച് കയറ്റി ഞാൻ അവനെ എന്റെ ലെവലിലെത്തിച്ചു. ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ രാഹുലിനെ കൂട്ടായില്ലേ? നിനക്ക് വേറെ കാര്യം അറിയോ? എന്നെക്കാൾ 2 കിലോ ഇവന് കൂടുതലാണ്. അയ്യോ ചേട്ടാ, ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ചിരിക്കാതെ ബാറ് തുറന്നു കാണും. നമുക്കൊരു ഫുൾ എടുത്ത് ഒരു ഫുൾ കുഴിമന്തിയൊക്കെ മേടിച്ച് ആ പണയിലങ്ങനെ ഇരുന്ന് അടിക്കാം. വാ. അതിന് മുമ്പ് ഇനി നീ പറ, ഞാൻ രാഹുലിനെ പോലാകണോ അതോ ഞാൻ തന്നെ ആയാ മതിയോ? നിങ്ങൾ തന്നെ ആയാ മതി. അതാണ്. Comedy Masters.